ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചോറിനൊപ്പം കഴിക്കാവുന്ന ഈസി ആയിട്ടുള്ള മോരുകറിയാണ്. തേങ്ങ ചേർക്കാത്ത ഈ ഈസി മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കി വന്നാലോ. മോരുകാഴ്ച തയ്യാറാക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് സ്ലിറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക്, ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉടച്ച് വെച്ച 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് തിളച്ച് പോകും കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചോറിനൊപ്പം കഴിക്കാവുന്ന തേങ്ങ ചേർക്കാത്ത ഈസി മോരുകറിയാണ്. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.